പല സന്ദർഭങ്ങളിലും നമ്മൾ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളെ പല സുഹൃത്തുക്കളും ഇത് ശേഖരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് അധികമൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സാധനങ്ങൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്ത്യൻ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മഹാജനപദങ്ങളുടെ കളക്ഷൻ വേണം. ഇന്ത്യക്കാരായ നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ ഇന്ന് ഒരാള് നമ്മളെ രഘുനാഥ രാജു എന്ന് പറഞ്ഞ ആളുടെ, അയാൾ മരിച്ചുപോയി ഹൈദരാബാദിൽ. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തുടക്കകാലത്ത് ഞാൻ വലിയ വിലയൊക്കെ കൊടുത്ത് കുറച്ച് കോയിൻസ് ഒക്കെ വാങ്ങിച്ചു. അപ്പോ മഹാജനപദങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ പണ്ട് കാലം മുതലേ ഋഗ്വേദത്തിലും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് പുസ്തകങ്ങളിലെ പ്രധാന പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അതിൽ അംഗുത്തര നികായം എന്ന പുസ്തകത്തിലാണ് പ്രധാനമായിട്ടും ഈ 16 മഹാജനപദങ്ങളെ കുറിച്ച് പറയുന്നത്. അതിന് പുറമെ മഹാഭാരതത്തിൽ മിക്കവാറും എല്ലാ മഹാജനപദത്തിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ വന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇന്ത്യയുടെ അന്നത്തെ കാലത്ത് നാണയങ്ങൾ പ്രചാരത്തിൽ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഈ ചാപ്പകുത്ത് നാണയങ്ങൾ നമ്മൾ പറയുന്ന പഞ്ചുമാർക്ക് കോയിൻസ്, അത് തന്നെയാണ് മഹാജനപദങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാരങ്ങൾ കാണുന്നത് കാർഷാവണം എന്ന് പറയുന്ന ഒരു നിരക്കില്, അതായത് 32 രത്തീസ് 3.3 ഗ്രാം ഉള്ളതാണ് ഒരു കാർഷാപണം. ഒരു കാർഷാപണം, അര കാർഷാപണം, കാൽ കാർഷാപണം, 1/8 കാർഷാപണം, അങ്ങനെ പല നിലയ്ക്കും കാർഷാപണത്തിന്റെ പല നിരക്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മൾ നാണയങ്ങൾ. അതുപോലെ തന്നെ വിംശതിക എന്ന് പറയുന്ന ഒരു നിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് ഈ കാർഷാപണം ഉള്ള സമയത്ത് തന്നെ അങ്ങനെ കാണുന്നുണ്ട്. വിംശതിയൊക്കെ ആണെങ്കിൽ അതിന്റെ കണക്കാക്കി അതിന്റെ ഭാരം കണക്കാക്കിയുള്ളത് 20 മാസകൾ 20 മശകങ്ങളായിരിക്കാം ഒരു വർഷം. മശക എന്ന് പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, മശക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു നാണയം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിന്റെ 20 മശക എന്ന് പറയുന്നത് 4.22 ഗ്രാമാണ് ഏകദേശം. അരവിംശതികയാണെങ്കിൽ 2.11 ഗ്രാം. പിന്നെ ശതമാനം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് നേരത്തെ പറഞ്ഞ ലിജു പറഞ്ഞ പോലെ എല്ലാവർക്കും മനസ്സിലാവുന്നത് 100ന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിരക്കാണത്. അത് അധികവും നമ്മൾ ഗാന്ധാര ജനപദത്തിലുള്ള കണ്ടുവരുന്നത്. ശതമാനാണെങ്കിൽ 100 രത്തീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീഡിന്റെ ഒരു വിത്ത്, പ്രത്യേകതരം വിത്താണ്. അത് 100 എണ്ണം ചേരുമ്പോഴാണ് 11.2 ഗ്രാം. ഈ 11.2 ഗ്രാം എന്നുള്ള കണക്ക് നമ്മളെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇങ്ങനെ നല്ലോണം തെളിഞ്ഞു നിന്നുകൊണ്ടാണ് ഈ 11 ചില്ലാൻ ഗ്രാമിനുള്ള രൂപകള് പിന്നീട് നമുക്ക് പ്രചാരത്തിൽ വന്നത്. അപ്പോ കാർഷാപണം, നിഷ്കം എന്ന് പറയുന്ന ഋഗ്വേദകാലത്തെ നാണയം, ശതമാന, പദ, വിംശതിക, ത്രിഷഷ്ടിക, പിന്നെ സുവർണ എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവരും പെട്ട വാക്ക് പോലെ കേട്ടുകഴിഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളുടെ ഒരളവാണ്. ഇതൊക്കെയാണ് ഈ മഹാജന പദങ്ങളുടെ കാലഘട്ടത്തില് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മഹാജനപദങ്ങൾ. ഈ മഹാജനപദങ്ങളിൽ മിക്കവാറും ഇപ്പോഴും വലിയ നഗരങ്ങളുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ കാണുന്നത് ഈ സിന്ധു ഗംഗാ സമതലം എന്ന് പറയുന്ന ഇന്ത്യയുടെ വടക്കു ഭാഗത്തുള്ള പ്രദേശങ്ങളാണ്. അത് ബാൽഹീകം എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാന്റെ അറ്റത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുതല് അംഗരാജ്യം, അതായത് ബംഗാളിന്റെ കിഴക്കുവശത്ത് ഉള്ള അംഗരാജ്യം വരെ പ്രധാനമായിട്ടുള്ള ഒരു വലിയ രാജവീതി ഉണ്ടായിരുന്നു. അത് ബുദ്ധന്റെ കാലത്താണ് അതിന്റെ പണി ഒക്കെ പൂർത്തിയായത്. ആ രാജവീതി വന്നതോടുകൂടിയാണ് ഉത്തരാപഥം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കച്ചവട പാത വികസിക്കപ്പെടുകയും അവിടെ പല നഗരങ്ങളും ഒക്കെ രൂപമെടുക്കുകയും ചെയ്തു. ഈ ജനപദങ്ങളുടെ രൂപീകരണം അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഈ ട്രേഡിന്റെ ഭാഗമായിട്ട് വന്നാണ്. ട്രേഡ് വന്നതോടുകൂടി എക്സസ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായി, അത് വാണിജ്യം വന്നു. അതുപോലെ തന്നെ പല ഇരുമ്പ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇരുമ്പ് കണ്ടെടുത്ത് ആയുധങ്ങളും പണിയായുധങ്ങളും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ വന്ന ഒരു വ്യവസ്ഥ വന്നോട് കൂടിയിട്ട് കൊച്ചു നഗരങ്ങളായി. പിന്നീട് അത് ഒരുമാതിരി വലിയ ജനപദങ്ങളായി മാറി. ജനപദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഫുഡ് ഹോൾഡ് എന്നാണ് അർത്ഥം, ജനങ്ങള് താമസിക്കുന്ന ഒരു ചുറ്റുപാട്. അപ്പോ ജനപദം എന്ന് പറയുന്ന ആ ഒരു പേരില് ആദ്യം 64 ജനപദങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 64 ജനപദങ്ങൾ ഉണ്ടെങ്കിലും അതിൽ മഹാജനപദങ്ങളായിട്ട് ഈ 16 എണ്ണാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ 16 മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാം. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് കംബോജ ജനപദം,
ഗാന്ധാര ജനപദം, പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാല് ട്രൈബൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. അത് കഴിഞ്ഞാൽ കുരു ജനപദം, പാഞ്ചാല ജനപദം, മത്സ്യം, ശൂരസേനം, കോസലം, വത്സം, കാശി, മല്ല, അവന്തി. ഈ പ്രധാന ജനപദങ്ങളൊക്കെ അംഗരാജ്യം. ഈ പ്രധാന ജനപദങ്ങളൊക്കെ വടക്ക് വശത്തുള്ളതും ഇന്ത്യന്റെ തെക്ക് വശത്ത് അശ്മകം എന്ന് പറയുന്ന ഒരു ജനപദം ഉണ്ടായിരുന്നു. അതുമാത്രം വലിയ മഹാജനപദമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഈ സൈഡില് പിന്നെ ഇന്ത്യന്റെ തെക്ക് വശത്ത് പ്രധാന ജനപദങ്ങളില്ല, ചെറിയ ജനപദങ്ങളെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ ജനപദങ്ങളുടെ കാലം എന്ന് പറയുന്നത് 500 BC മുതൽ ഏകദേശം ക്രിസ്തുവിന്റെ കാലം വരെയാണ്. അത് കഴിഞ്ഞതോടുകൂടി വലിയ സാമ്രാജ്യങ്ങൾ വന്നു. അങ്ങനെ ജനപദങ്ങളുടെ പ്രാധാന്യം ഇല്ലാണ്ടായി. ഇതില് കിഴക്കേ അറ്റത്തുള്ളതാണ് അംഗജനപദം. അംഗരാജ്യം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പറയുന്ന കർണന്റെ രാജ്യമായിട്ട്, കർണന് പതിച്ചു കൊടുത്ത രാജ്യമായിട്ടാണ് പറയുന്നത്. ബംഗാളിന്റെയും ബീഹാറിന്റെയും അതിർത്തി പ്രദേശത്താണ് ഈ അംഗരാജ്യം ഉള്ളത്. ഇവിടുത്തെ നാണയത്തിന്റെ പ്രത്യേകത, ഒരു ബോട്ടിന്റെ അടയാളം കാണാം. നമുക്ക് കാണാൻ ഒരു ബോട്ട്, കെട്ടിയ ഒരു ബോട്ട്, വഞ്ചി. ആ അംഗരാജ്യം എന്ന് പറയുന്ന സ്ഥലം ഗംഗാനദിയുടെ 2 വശത്തും കിടക്കുന്നതായതുകൊണ്ട് ബോട്ടുകൾക്ക് അത്യാവശ്യ സാധനമായിരുന്നു. അപ്പൊ രാജാവിന്റെ ഒരു സവാരി വാഹനം എന്നുള്ള രീതിയിലായിരിക്കും ആ ബോട്ട് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് അധികം കാണുന്നത് ചെമ്പു നാണയങ്ങളാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വലിയ പ്രധാനപ്പെട്ട ജനപദമായിട്ട് വികസിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്. ഈ മുഗൾ ഭഗൽപൂർ മേഖലയിലാണ് അതിന്റെ ഈ അംഗരാജ്യത്തിന്റെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത്. അതിന്റെ തന്നെ ക്യാപിറ്റല് ചമ്പ എന്ന് പറയുന്ന ഒരു നഗരമായിരുന്നു. അപ്പോ അക്കാലത്ത് ട്രേഡ് റൂട്ടുകളൊക്കെ തുടങ്ങിയിരുന്നത്, കിഴക്കോട്ടുള്ള ട്രേഡ് റൂട്ടുകൾ ഉണ്ടായിരുന്നതും ഈ അംഗരാജ്യത്തിന്റെ ഭാഗത്ത്. കാരണം ഗംഗാ നദി ഒഴുകുന്ന ആ കൈവഴികൾ വരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അംഗരാജ്യത്തിന്റെ തുടക്കത്തിലുള്ള ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ജനപദമായിരുന്നു ഈ അംഗജനപദം. ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. ഇത് ബിംബിസാരൻ ചക്രവർത്തിയായപ്പോ ഇത് പതുക്കെ മഗധയിൽ അനക്സ് ചെയ്തു. അങ്ങനെ അതിനുശേഷം അംഗരാജ്യം എന്ന പേരിൽ അത്ര പ്രസക്തി അതിനുണ്ടായില്ല. അതുപോലെ ഗംഗാ നദിയുടെയും ചമ്പ നദിയുടെയും ഇടയിലുള്ള ഒരു ദ്വീപാണ്. ഇപ്പൊ മിക്കവാറും ജനപദങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഒക്കെ ദ്വീപ് രാഷ്ട്രങ്ങൾ പോലെയൊന്നും കാണാൻ പറ്റുന്നുണ്ട്. പലതും ഈ പറയുന്ന അക്കാലത്ത് ഗതാഗതത്തിനും ജലസേചനത്തിനും അതുപോലെ തന്നെ ഈ കൃഷിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ദ്വീപ് രാജ്യങ്ങളായിരുന്നു, ദ്വീപ് പ്രദേശങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഗംഗ യമുനയുടെ ഇടയിലുള്ള ദ്വീപുകൾ. ആ ദ്വീപുകളിലാണ് ഈ ആദിമമായിട്ടുള്ള ജനപദങ്ങൾ അധികം ഉണ്ടായത്. ഇത് അംഗ കോയിനാണ്. അതില് ആദ്യത്തെ കോയിൻ കാണുമ്പോൾ ഒരു വഞ്ചി നദി കൂടെ പോകുന്ന പോലെ തോന്നും. അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് അധികം കോയിനുകൾ കാണുന്നില്ല നമ്മൾ. മഗധ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനപദമായിരുന്നു. അത് പിന്നീട് വലിയൊരു സാമ്രാജ്യമായിട്ട് മാറി. ഇത് അഥർവവേദത്തിലുണ്ട്, മഗധയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ബീഹാറിന്റെ മധ്യഭാഗത്തായിട്ട് ഈ അംഗരാജ്യത്തിന് മുമ്പുള്ള സ്ഥലങ്ങളാണ്. അതും ഈ പറഞ്ഞ ദ്വീപ് പോലുള്ള പ്രദേശമാണ്. അതിന് ചുറ്റുപാടും രാജഗൃഹം എന്ന സ്ഥലം, 2 ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, ഗിരിപ്രജം, രാജഗൃഹം. 2 ക്യാപിറ്റലുകളുള്ള ഒരു രാജ്യമായിരുന്നു ഈ മഗധ. അവിടെ ആ സമയത്ത് ഈ ഒരു ജനപദത്തിന് വികസിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള സമയമായിരുന്നു. നല്ല കൃഷി, ധാരാളം ഇരുമ്പ് കിട്ടുന്ന സ്ഥലം, അതുപോലെ തന്നെ ആളുകള് ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചു വരുന്ന സമയമായിരുന്നു. അപ്പൊ ട്രേഡ് റൂട്ട് ആയിരുന്നതുകൊണ്ട് ആ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് അവർ നിർമ്മാണങ്ങൾ നടത്തി, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിതു, ആയുധങ്ങൾ ഉണ്ടാക്കി, മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് അവരോട് ചേർത്തു. അങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള ഒരു വലിയ മഹാജനപദമാണ് ഈ മഗധ. ജൈനമതവും ബുദ്ധമതവും അവിടെ ആദ്യകാലം മുതലേ പ്രചാരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജനങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഒരു ധൈര്യം, അതുപോലെ വ്യക്തിത്വം ഒക്കെ വളരുകയും പ്രത്യേകിച്ച് കൾച്ചറൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണർന്നു വരികയും ചെയ്തു. അപ്പോ ഈ മഗധ പിന്നീട് വലിയൊരു സാമ്രാജ്യമായി മാറി. അത് പിന്നീട് വലിയ രാജ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുമ്പോൾ പോലും ലക്നൗ മേഖല തന്നെയായിരുന്നു ഇന്ത്യയുടെ ഒരു സെന്റർ.
പിന്നെ ശിപായി ലഹളയ്ക്ക് ശേഷമാണ് അവർ അത് തകർത്ത് മറ്റ് ഡൽഹിയിലേക്കൊക്കെ അവരുടെ തലസ്ഥാനം മാറ്റിയത്. ഇത് മഗധ കോയിൻ ആദ്യകാലത്തെ കോയിനാണ്. സീരീസ് 0 എന്ന് പറയുന്ന 20-25 മശക വലുപ്പമുള്ള കോയിനുകളാണ്. നമ്മളതിൽ മഗധയുടെ സാമ്രാജ്യ ചിഹ്നം പോലെയുള്ള ഒരു ചിഹ്നം കാണാം. പിന്നെ കൊച്ചു കൊച്ചു ബോളുകൾ പോലെയും സൂര്യന്റെ ചിഹ്നമുണ്ട്. അതുപോലെ ടോറി ചിഹ്നങ്ങളും കാണാം. ഇത് കുറച്ചുകൂടി വലുതായതിനു ശേഷം മഗധ കാഷാമണ സീരീസ് 1-4 അതിൽ ഈ പറയുന്ന 5 ചിഹ്നങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അതിൽ 3 ചിഹ്നങ്ങൾ എന്തായാലും കാണാറുണ്ട് നമ്മള്. ചക്രങ്ങളും അതുപോലെ തന്നെ സാമ്രാജ്യ ചിഹ്നം, ചെടി, അതുപോലെ തന്നെ മംഗള ചിഹ്നങ്ങള്, മറ്റുള്ള അടയാളങ്ങളൊക്കെ കാണാം. 5 പഞ്ച് ഈ മഹാജനപദങ്ങളുടെ എല്ലാ കോയിനുകളും 5 പഞ്ച് മാർക്കുകളിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ മറ്റ് വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാശി ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയേണ്ട സ്ഥലമാണ്. കാരണം ഈ സിന്ധു ഗംഗാ സമതലത്തിലെ ആദിമമായ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു കാശി. അപ്പൊ കാശി വരുണ എന്നും മസി എന്ന് പറഞ്ഞിട്ടുള്ള 2 നദികളുടെ ഇടയിലുള്ള ഒരു ദ്വീപാണ്. അവിടെ പുരാണ പ്രസിദ്ധമായ സ്ഥലമാണ്. മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്, അതുപോലെ മഹാഭാരതത്തിലും പറയുന്നുണ്ട്. കാശി രാജാവാണ് ഈ പല ബുദ്ധമത കഥകളിലും ബോധിസത്വന്റെ സ്ഥലമായി പറയുന്നത് കാശി രാജ്യമാണ്. അത് ബനാറസ് എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് കാശിയുടെ തലസ്ഥാനമായിട്ട് ഉണ്ടായിരുന്നത്. കാശിയുടെ കോയിനാണ്. അതിപ്പോ പറയാറുള്ളത് നമ്മുടെ ജോസ് സാറ് പറയാറുള്ള പോലെ 2 അറക്കവാള്, അതാണ് എന്റെ ചിഹ്നം. അപ്പൊ അറക്കവാളാണെന്നില്ല, ആ ഒരു സൂര്യനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം ഈ പറയുന്ന സാധനം. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ബോളുകള്, ഉണ്ടകള്, സാധനങ്ങളൊക്കെ അതിൽ കാണാറുണ്ട്. ഈ ചിഹ്നങ്ങൾ അവിടെ ഒരെണ്ണം കൂടി കാണാം, അറക്കവാള് താഴെ. അപ്പൊ ഈ അറക്കവാളുകളാണ് അതിൽ കാര്യമായിട്ട് പഞ്ചുകളായിട്ട് കാണുന്നത്. ഇത് കാശി കോസലം കൂടിയിട്ടുള്ള, കോസല രാജ്യം കാശി അനക്സ് ചെയ്തു. കോസലത്തിലെ പ്രസന്നജിത്ത് രാജാവ് വന്ന് അവിടെ മുഴുവൻ അടിച്ചു പൊളിച്ച് ഈ രാജ്യത്ത് അതിനോടുകൂടി ചേർന്നു. അപ്പൊ കാശിയുടെയും കോസലത്തിന്റെയും ഈ 2 തരത്തിലുള്ള പഞ്ചുകളും ചേർത്താണ് പിന്നെ കുറെ നാണയങ്ങൾ നമ്മളവിടെ കിട്ടി. പിന്നീട് കാശിക്ക് തലമുക്കി നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് കോസലത്തിന്റെ ഒരു അനക്സ് ആയിട്ടാണ് കാശി നിലനിന്നു പോയത്. വത്സരാജ്യം ഇതിന് വംശരാജ്യം എന്ന് പറയും. യമുന നദിയുടെ തീരത്തുള്ള ഒരു രാജ്യമാണ്. അലഹബാദ് ഏരിയയാണ്. അവിടെ മൊണാർക്കിയൽ ഫോം ആയിരുന്നു. അവിടുത്തെ രാജഭരണം ആണ് ഉണ്ടായിരുന്നത്. അതിൽ കൗസാബി എന്ന് പറയുന്ന നഗരമായിരുന്നു അതിന്റെ ക്യാപിറ്റൽ. ഭയങ്കര എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്, ട്രേഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ബുദ്ധന്റെ സമയത്ത് ഉദയനൻ എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ബുദ്ധമതത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഇതാണ് വത്സ കോയിൻ. വത്സ കോയിനിൽ ഇവിടെ കാണുന്ന ഒരു സാധനം നമ്മുടെ ശ്രീവത്സം പോലെ ഉണ്ട്. ഈ സാധനം ഇവിടെ ഇങ്ങനെ 2 ആ പഞ്ചുകൾ കാണുന്നുണ്ട്. വത്സം എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ അതിൽ നിന്ന് വന്നതായിരിക്കാം. ശൂരസേന എന്ന് പറയുന്ന ജനപദം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് മഗസ്തലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മധുര പ്രദേശത്താണ് അതിന്റെ സ്ഥലം. അവിടെയും ബുദ്ധമതക്കാരുണ്ടായിരുന്നു ധാരാളം. ആ രാജാവ് എന്ന് പറയുന്ന അവന്തിപുരൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു, ബുദ്ധന്റെ ശിഷ്യനായ രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. പിന്നീട് അത് മധുരയ്ക്ക് ചുറ്റുപാടായിട്ട് യമുന നദിയുടെ തീരത്ത് ഒരു രാജ്യമായി തീർന്നു. വെസ്റ്റേൺ UP ആണ് അതിന്റെ ആ സ്ഥലം. ഇതാണ് ശൂരസേന ജനപദത്തിന്റെ കോയിൻ. ഇതിലിപ്പോ ഒരു സിംഹത്തിന്റെ അടയാളം, ഇതാണ് സിംഹം. ഒരു സിംഹം അങ്ങോട്ട് നിൽക്കുന്ന പോലെ ഓടിപ്പോൾ സിംഹം പോലെ ഒരു കുട്ടിയുണ്ട്, നായക്കുട്ടിയുടെ പോലെ ഒരു രൂപം കാണും. ഇതാണ് അതിന്റെ വാല്, ഇത് തല. എന്നിട്ട് പോവാണ്. ഇവിടെ ഒരു പഞ്ചുണ്ട്. പിന്നെ മുകളിലൊരു മത്സ്യത്തിന്റെ ചിഹ്നമുണ്ട്. ഈ മത്സ്യത്തിന്റെ ചിഹ്നം ഈ സിംഹത്തിന്റെ അടയാളമാണ് നമുക്ക് ഇതിന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അതിന്റെ കോയിൻ അരകാർഷാപടാണ്. ഇതും 400-350 BC അത് അസ്തമിച്ചു പോയൊരു ശൂരസേന ജനപദം എന്ന് പറയുന്ന സ്ഥലം. പിന്നീട് അതിനധികം തലപോക്കി നിന്നിട്ടില്ല. കോസല രാജ്യം എന്ന് പറയുന്നത് പണ്ട് പുരാണങ്ങളിൽ ശ്രീരാമന്റെ രാജ്യമായിട്ട് പറയുന്ന രാജ്യമാണ്. അത് ശ്രീരാമന്റെ സൂര്യവംശക്കാരാണ്ടായ രാജ്യം എന്നാണ് അവർ പറഞ്ഞത്.
ഇത് അവധ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. അതില് അയോധ്യ എന്ന് പറയുന്ന രാമായണത്തിലെ പ്രദേശം തന്നെയാണ് ഈ അവധ്. ആ കോസല രാജ്യത്തിലാണെങ്കിൽ ഒരു ട്രൈബൽ റിപ്പബ്ലിക് ടെറിട്ടറി ആയിരുന്നു. ആ ടെറിട്ടറിയില് ശാക്യന്മാരും ഉണ്ടായിരുന്നു. കപിലോസ്തും ശാക്യന്മാരൊക്കെ കോസലയിൽ തന്നെയാണ് വന്നിരുന്നത്. ലുംബിനി എന്ന് പറയുന്ന ലുംബിനി ആണ് ശ്രീബുദ്ധന്റെ ജന്മദേശം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോസലത്തിന്റെ ഉത്തര കോസലത്തിന്റെ ഭാഗങ്ങളായിരുന്നു. ഇവിടുത്തെ രാജാവ് പ്രസേനജിത്തായിരുന്നു. ഈ പ്രസേനജിത്ത് ബുദ്ധന്റെ കണ്ടംപററി ആയിരുന്നു അദ്ദേഹം. അപ്പൊ അന്ന് ഈ ട്രേഡ് റൂട്ടൊക്കെ വികസിപ്പിക്കുന്നതിൽ ബുദ്ധന്റെ സഹായം ഉപദേശങ്ങളൊക്കെ ഇവരൊക്കെ തേടിയിട്ടുണ്ട്. അപ്പൊ ട്രേഡ് അവിടെ പ്രധാനമായതോടുകൂടി ഈ കോസല രാജ്യം വളരെ വിശാലമായി തീർന്നു. പിന്നീട് മഗധ കോസലത്തിന് കീഴടക്കുകയാണ് ചെയ്തു. 2 തലസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ശ്രാവസ്തി, പിന്നെ കുശാവതി. ഈ 2 തലസ്ഥാനങ്ങൾ, വടക്കുവശത്ത് ശ്രാവസ്തി, തെക്കുവശത്ത് കുശാവതി. അത് ശ്രീരാമന്റെ 2 മക്കൾക്ക് വേണ്ടി വായിച്ചു എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ രാമായണത്തിൽ. ഈസ്റ്റേൺ യുപിയിലാണ് ഈ സ്ഥലം, കോസല രാജ്യം. കോസല കോയിനുകളുടെ പ്രത്യേകത ഈ ഒരു ഡിസൈനാണ്. കോസല കോയിനിന്റെ പ്രത്യേകത ഇതുപോലെയുള്ള ഡിസൈനുകൾ കാണാം. ഇപ്പൊ കാശി കോസലം എന്ന് പറയുന്ന ഡിസൈനിലും ഇതുപോലെ ഇതൊരു സാമ്യമുള്ള ഡിസൈൻ നമുക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഇത് അധികം വിംശതിക സ്കെയിലുള്ള കോയിൻസ് ആണ്. പാഞ്ചാല ജനപദം എന്ന് പറയുന്നത് അഹിഛത്രം, അതായത് നമ്മുടെ ഡൽഹിയുടെ ഒക്കെ തെക്ക് കിഴക്കായിട്ടുള്ള ഒരു പ്രദേശമാണ്. ബറേലി, കാമ്പില്യം എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ അതിനുണ്ടായിരുന്നു. ഇതില് കാനൂജ് എന്ന് പറയുന്ന സ്ഥലം അത് പാഞ്ചാലത്തിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് കാലത്ത് വലിയ പ്രധാനപ്പെട്ട നഗരമായിരുന്നു ഈ കാനൂജ്. കന്യാകുബ്ജം എന്ന് പറയും. ഇത് പിന്നീട് പിന്നെ ആദ്യം ഇത് ഒരു പല ഇടപ്രമുഖന്മാര് ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു. പിന്നെ അത് മൊണാർക്കി നിന്ന് അതൊരു റിപ്പബ്ലിക്കായി പിന്നീട് മാറി. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ അക്കാലത്തെ റിപ്പബ്ലിക്കുകൾ നമ്മൾ ഇപ്പൊ പറയുന്ന അത്ര നല്ല റിപ്പബ്ലിക്കുകളല്ല, അത്രയും ജനാധിപത്യപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ അതിലെ ഒരു പേരിനെങ്കിലും ഒരു ജനാധിപത്യം ഉണ്ടായിരുന്നു. പല കുടുംബങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ആളുകൾ ചേർന്ന് അവരുടെ ഒരു കൗൺസിലാണ് ഭരിച്ചിരുന്നത്. അതിന്റെ 2 തലസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, അഹിഛത്രവും കാമ്പില്യവും. വെസ്റ്റേൺ യുപിയിലാണ് ഉണ്ടായിരുന്നത്. പാഞ്ചാല കോയിനാണിത്. ഇതിലൊരു ഡിസൈൻ പോലെയുള്ള ഇതിന്റെ ഒരു ഡിസൈനും ഒരു ഗോളും ഇതൊക്കെ കാണാം. അരക്കാർഷാഭരണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതും ഒരു 350 BC കൂടി ഇല്ലാതായി പോയി. കുരു എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന്, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. കുരുക്ഷേത്രം, മാമാരി, കൗരവന്മാര് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോ അത് ഈ കുരു മഹാജനപദമായിട്ട് ഇത് പിന്നീട് നമ്മൾ അത് വളർന്നു. ഇവര് ആദ്യം ഒരു റിപ്പബ്ലിക് അല്ല, അവസാനം ഒരു റിപ്പബ്ലിക് ഫോമിലേക്ക് പോന്നു. ഇതില് മഹാഭാരതത്തിൽ പറയുന്നത് കുരുക്കളുടെ 2 ബ്രാഞ്ചുകൾ തമ്മിലുള്ള യുദ്ധമാണ് നമ്മുടെ മഹാഭാരതം എന്ന് പറയുന്നത്. എന്റെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥമായിരുന്നു. ഇപ്പോഴത്തെ ഡൽഹിയിലുള്ള ഒരു പ്രദേശമാണ് ഇന്ദ്രപ്രസ്ഥം. വെസ്റ്റേൺ യുപിയിലാണ് ഇത് ഉണ്ടായിരുന്നത്. ഇവരുടെ കോയിനാണത്. ഇവരുടെ കോയിന്റെ പ്രത്യേകത ഇതേപോലത്തെ ഒരു മുക്കാലി പോലത്തെ ഒരു സാധനമാണ്. ആ ഒരു സാധനം ഒരു കോയിന് മാത്രമുള്ളതാണ്. കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് കോയിൻ. നമ്മുടെ സുഹൃത്തുക്കളിൽ ഉണ്ടാവുന്നതായിരിക്കും. എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് അരക്കാർഷാഭരണമാണ്, സിൽവർ അരക്കാർഷാഭരണം. 4th സെഞ്ചുറി BC-യിലുള്ളതാണ്. അതുപോലെ ഈ ഒരു ചിഹ്നം നമുക്ക് 4 ഭാഗത്തേക്കുള്ള ഒരു ആരോ മാർക്കുള്ള ചിഹ്നം നമ്മുടെ മഗധയിലെ എല്ലാ കോയിനുകളിലും കാണാം. ഇത് മറ്റേ സാധനമുണ്ട് ഇവിടുത്തെ ഇങ്ങനെയുള്ള ചിഹ്നം. അപ്പൊ മഗധയിലെ ചിഹ്നത്തിലുള്ള ആ ഒരു സംഗതി ഗുരുവിന്റെ ബാക്കിൽ കാണുന്നുണ്ട്. അത് എന്താ കാരണം? മഗധ ആക്രമിച്ച് കീഴടക്കിയ ശേഷമുള്ളതാണോ എന്ന് അറിയില്ല. ചേതി രാജ്യം ഋഗ്വേദ മുഖാനം പോലെയുള്ളതാണ്. ശുദ്ധിമതി എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കോയിനുകളുണ്ട്. ആ കോയിനുകളൊക്കെ ഇവിടെ തലസ്ഥാന നഗരമായിരുന്നു ഈ ശുദ്ധിമതി എന്നുള്ള സ്ഥലം. ഇവിടെ ബുന്ദേൽഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സെൻട്രൽ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ മധ്യപ്രദേശിൽ വരുന്ന ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചേതി രാജ്യം ഉണ്ടായിരുന്നത്. ചേതി രാജ്യത്തിലെ രാജാവായിരുന്നു ശിശുപാലൻ. മഹാഭാരതത്തിലെ ഐതിഹ്യപ്രകാരം ശ്രീകൃഷ്ണന്റെ കസിൻ ആയിരുന്നു. അപ്പൊ ശ്രീകൃഷ്ണന്റെ കസിൻ ഇയാളൊരു 100 തവണ ഇയാളോട് ക്ഷമിക്കുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നത് 101ാമത്തെ തവണ ക്ഷമിക്കാതെ മുമ്പ് ചക്രം ഉപയോഗിച്ച് ഇയാൾ കൊന്നു എന്നാണ് പറയുന്നത്.
ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്, കാവ്യങ്ങളാണ്. പക്ഷെ ശിശുപാല എന്ന രാജാവ് ഉണ്ടായിരുന്നുള്ളൊരു കേട്ടുകേൾവിണ്ട്. ബുന്ദേൽഖണ്ഡ് റീജിയനിലാണ്. ഇവര് ഒരു കാർഷാവണത്തിന്റെ കോയിനാണ് ഇവിടെ കാണാറുള്ളത്. ചെറുതാണ്. ഇതാണ് കാർഷാവണം. ഇതിലൊരു ആനയുടെ രൂപം നമുക്ക് കാണാം. പിന്നെ മത്സ്യങ്ങൾ പോലുള്ള രൂപം കാണാൻ പറ്റും. മത്സ്യരാജ്യം എന്ന് പറയുന്നത് പാഞ്ചാലന്മാരുടെ പടിഞ്ഞാറ് വശത്തും കുരുക്കളുടെ തെക്ക് വശത്തും, അതായത് ഏകദേശം നമ്മുടെ ജയ്പൂര് ബൈരാട്ട് എന്ന സ്ഥലത്താണ് അത് വരുന്നത്. ജയ്പൂര്, ആൾവാർ, ഭരത്പൂരൊക്കെ വരുന്ന രാജസ്ഥാന്റെ ഏരിയകളൊക്കെ പണ്ട് മത്സ്യരാജ്യമായിരുന്നു. ശ്രീകൃഷ്ണന്റെ നമ്മുടെ പാണ്ഡവന്മാര് പണ്ട് വനവാസത്തിന് പോയിട്ട് ഒളിച്ചു താമസിച്ചിരുന്നത് വിരാടന്റെ രാജ്യമാണ്. അത് ഈ പറഞ്ഞ മത്സ്യരാജ്യമായിരുന്നു. അതൊരു മരുപ്രദേശം പോലത്തെ രാജ്യങ്ങളായിരുന്നു. പക്ഷെ മൈനിങ് ഉണ്ടായിരുന്നത് കൊണ്ട്, ട്രേഡ് റൂട്ടിന്റെ ഭാഗമായിരുന്നുകൊണ്ടും അവിടെ നല്ല സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. ഇതാണ് ആ മത്സ്യ കോയിൻ. ഇത് ഒരു ഓപ്ഷൻ ഗ്രൂപ്പുകളിൽ ഇട്ടിരുന്നാണ്. ഒരു പ്രത്യേക ഡിസൈൻ ഇത് കാണാം. മറ്റേ സൈഡ് അതിൽ വേറെ ഡിസൈൻ ഒന്നും ഇല്ല. അത് അതിന്റെ കോയിന്റെ കളർ അങ്ങനെ വന്നു പോയതാണ്. ആ ഡിസൈനാണ് മത്സ്യരാജ്യത്തിന്റെ ഒരു കാർഷാവണത്തിന്റെ കോയിനാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. ഓപ്ഷനുകളിലൊക്കെ അത് നല്ല വിലയ്ക്കൊക്കെ പോകാറുണ്ട്. അവന്തി രാജ്യം എന്ന് പറയുന്നത് ബുദ്ധിസം ഉള്ള കാലം പോലെ തന്നെ പ്രാധാന്യമുള്ള രാജ്യമായിരുന്നു. അതിലും 2 തലസ്ഥാനങ്ങൾ ഇതിനുണ്ടായിരുന്നു. അതായത് വടക്ക് വശത്ത് ഉജ്ജയിനിയും തെക്ക് വശത്ത് മാഹിഷ്മതി, 2 തലസ്ഥാനങ്ങളുള്ള രാജ്യമായിരുന്നു. ഇപ്പൊ മാൾവ എന്ന് പറയുന്ന മേഖലയിലാണ്, മാളവം എന്ന് പണ്ട് പറഞ്ഞിരുന്ന മേഖലയിലാണ് ഈ പറയുന്ന അവന്തി രാജ്യം ഉള്ളത്. പ്രദ്യോത രാജാവ് ഉണ്ടായിരുന്ന അവിടെയാണ്. പ്രദ്യോത രാജാവ് എന്ന് പറയുന്ന രാജാവ് പുരാണ പ്രസിദ്ധനാണ്. ഒരുപാട് അയാളുടെ മകൻ ഉദയനന്റെ പേരിലാണ് കാളിദാസന്റെ കാവ്യമുള്ളത്. അതുപോലെ മാൾവ ഏരിയയാണ് ഇത് ഉണ്ടായിരുന്നത്. മാൾവ കാലത്ത് ഉജ്ജയിനി പ്രത്യേകിച്ചും ഈ ദക്ഷിണാപഥം വന്ന് അവസാനിക്കുന്ന ഭാഗത്തുള്ള ഒരു നഗരമായിരുന്നു ഉജ്ജയിനി. അപ്പൊ അതുകൊണ്ട് ട്രേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു. അവന്തിയുടെ നാണയാണിത്. ഒരു ഗ്ലോബ് പോലത്തെ ഒരു സാധനം, അതുപോലെ തന്നെ ഒരു ടോറിൻ പോലത്തെ ഒരു കാണാം. ഗാന്ധാര തക്ഷശിലയായിരുന്നു പ്രധാന നഗരം. അവിടുത്തെ ഇപ്പോഴത്തെ മോഡേൺ പെഷവാർ, രാവൽപിണ്ടി, ഇതിന് വരെയുള്ള സ്ഥലങ്ങളാണ്. കാശ്മീർ വാലിയും ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഗാന്ധാര എന്ന് നമ്മൾ പറയുന്നത്. അഥർവവേദത്തിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ യുദ്ധവീരന്മാരായിരുന്നവര്, ഇതില് പുഷ്കരാശരി എന്ന് പറയുന്ന ഒരു രാജാവാണ് ഏറ്റവും ശക്തനായിരുന്ന രാജാവായിരുന്നത്. അദ്ദേഹം പിന്നീട് ഗാന്ധാരം പേർഷ്യക്കാർ കീഴടക്കി. അതിനുശേഷം ആ ഗാന്ധാരത്തിന്റെ കൾച്ചറൊന്നും അധികം കാണുന്നുണ്ടായിട്ടില്ല. പേർഷ്യയുടെ ഒരു സത്രപിയായി തീർന്നു ഗാന്ധാര പ്രദേശം. ഇതിന്റെ തലസ്ഥാനം തക്ഷശിലയായിരുന്നു. ഇത് നമ്മൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ലോങ് സിൽവർ ബെല്ലുവാർ എന്ന് പറയുന്ന ശതമാന കോയിനാണ്. ഇതും പറഞ്ഞ മാതിരി 600 തൊട്ട് 300 BC-യിലാണ് പ്രചാരത്തിലിരുന്നത്. ഇപ്പൊ അപൂർവമായിട്ട് കാണുന്നുള്ളൂ. അത് മിക്കവാറും ആളുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് വലിയ ഓപ്ഷനുകളൊക്കെ കാണാറുണ്ട്. ഇതിന്റെ ഒരു സെമി സൈസിലുള്ള, മീഡിയം സൈസിലുള്ള ഒരു കോയിനാണ്, ബെൻബാറാണ്. അത് വീതി കൂടുതലും നീളം കുറവുള്ളത്. ഇത് 1/8%. അത് ഒരു സ്ക്വയർ പോലെയുള്ള കുഴിഞ്ഞ പോലെയുള്ള ഒരു നാണയാണ്. ഇതില് ശൂലം പോലെയുള്ള ഒരു 6 പ്രൊജക്ഷൻസ് കാണാം നമുക്ക്. അതാണ് അതിന്റെ പ്രധാന ചിഹ്നം. കാംബോജം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗാന്ധാരത്തിനേക്കാൾ വടക്ക് പടിഞ്ഞാറുള്ള ഒരു സ്ഥലമാണ്. കാംബോജം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോ നമ്മുടേതായിട്ട് വലിയ ബന്ധമില്ല, കാരണം അഫ്ഗാനിസ്ഥാനിലാണ് ഇത് കിടക്കുന്നത്. പക്ഷെ അതേസമയത്ത് പല ആളുകളുടെയും പേര് കാംബോജ് എന്ന് പറയുന്ന പേര് നമ്മൾ കണ്ടപ്പോൾ, കഴിഞ്ഞ ദിവസം കേരളത്തിനെതിരെ 10 വിക്കറ്റ് എടുത്ത് അനുജ് കാംബോജ് എന്നുള്ള ഒരാള് 10 വിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പേരുകളിലൊക്കെ ഓരോ ജനപദങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പൂഞ്ച് എന്ന പാകിസ്ഥാന്റെ പ്രദേശത്ത്, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള അവിടെ നിന്ന് വടക്കോട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ കാശ്മീർ, ഹിന്ദുക്കുഷ് പർവ്വതത്തിനും കാശ്മീരിനും ഇടയ്ക്കുള്ള രാജ്യമായിരുന്നു. ഒരുപാട് ടെറിട്ടറീസില് ഈ ലിറ്റററി റിസോഴ്സസിൽ ഇത് പറയുന്നുണ്ട്, കാംബോജം എന്ന് പറയുന്നുണ്ട്. കാംബോജം രാജാവ് യുദ്ധത്തിന് വന്നൊക്കെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അക്കാലത്ത് ഈ അശ്വഗണങ്ങൾ, അതായത് ഹോഴ്സ് ബ്രീഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു കാംബോജം പ്രദേശം. രാജൌരി, ഹജ്റ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, ഇതൊക്കെ
കാമ്പോജത്തിൽ പെടുന്നതാണ്. ഈ കാമ്പോജത്തിന്റെ ഇപ്പോ കോയിൻ എന്ന് പറയുന്നത് ഇതിൽ 5 ചൂലചിഹ്നങ്ങളാണല്ലോ. 1, 2, 3, 4, 5. മറ്റേതിന് 6 എണ്ണം ഉണ്ട് ഗാന്ധാരത്തിന്. ഇതിന് 2 വടികൾ പോലുള്ള ഭാഗങ്ങൾ പോൾസും ഉണ്ട്. അപ്പൊ ഇത് അവിടെ തിരിച്ചറിയാനുള്ള മാർഗം, നിങ്ങളുടെ കോയിൻ നിങ്ങളൊന്ന് നോക്കുക. ഗാന്ധാരത്തിന്റെ കോയിൻ നോക്കിക്കഴിഞ്ഞാൽ അത് 5 ചൂലങ്ങളുള്ളതാണെങ്കിൽ നമുക്ക് ലോട്ടറി അടിച്ചു കാമ്പോജത്തിന്റെയാണ് സൂക്ഷിച്ചു വെക്കാം. അംശകം, അസ്മകം എന്നൊരു രാജ്യം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിന്ധ്യപർവ്വതത്തിന് തെക്ക് വശത്തുള്ള ഏക ജനപദമാണ്. ദക്ഷിണാഭാഗത്തിലേക്കുള്ള വഴിയിലുള്ള ജനപദമാണ്. ഇവിടെ പ്രതിഷ്ഠാനം അഥവാ പൈത്താൻ എന്ന് പറയുന്ന പ്രദേശമാണ് ഇതിന്റെ തലസ്ഥാനം. അതിന്റെ ഗോദാവരി നദിയുടെ സൈഡിലാണ് ഇതുള്ളത്. ഈ അസ്മുഖത്തിന്റെ കോയിൻ രസമുള്ള കോയിനാണ്, നല്ല ഭംഗിയുള്ള കോയിനാണ്. ആനയുടെ ചിഹ്നം ഉണ്ട്. അതുമാതിരി തന്നെ 2 അർക്കവാൾ പോലുള്ള രൂപം, കുറച്ച് മോഡിഫൈ ചെയ്തുള്ള അർക്കവാളാണ്. മത്സ്യം പോലുള്ള രൂപങ്ങള്, നല്ല ഭംഗിയുള്ള കോയിൻ. വജ്ജികൾ എന്ന് പറഞ്ഞ ശ്രീബുദ്ധന്റെ ആളുകളുടെ ആ ക്ലാന്റെ ഇടയിലുള്ള ഒരു രാജ്യമായിരുന്നു. അത് ഗംഗാനദിയുടെ തീരത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. 8 തരത്തിൽ 8 ഗോത്രങ്ങൾ ചേർന്നാണ് ഈ വജ്ജികളുടെ ഒരു രാജ്യം ഉണ്ടാക്കിയത്. ഇതൊരു ഗണതന്ത്ര രാജ്യമായിരുന്നു. അതായത് പല ഗണങ്ങൾ ചേർന്ന് ജനാധിപത്യമൊക്കെയുള്ള രാജ്യമായിരുന്നു. പക്ഷെ അതിന്റെ ചില ആൾക്കാർ അതിന്റെ സബ് ഡിവിഷനുകളൊക്കെ ചെറിയ രാജവാഴ്ച പോലെയൊക്കെ ഉണ്ട്. ലിച്ഛവികളുടെ തലസ്ഥാനം വൈശാലി. വിദേഹന്മാര് അവര് മിഥില. പിന്നെ യാത്രികന്മാര് അവര് കുന്താപുരം. ഇങ്ങനെ ഇതുപോലെയുള്ള 8 ക്ലാനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീബുദ്ധനും മഹാവീരനും ഒക്കെ ഇവരെ ക്ലാനിൽ ജനിച്ച ആളുകളാണ്. ഇവരെ എല്ലാവരെയും അജാതശത്രു രാജാവ് വന്നിട്ട് ആ കുലം മുഴുവൻ നശിപ്പിച്ചു. അതിന് കാരണം എന്താ വെച്ചാല് ഇദ്ദേഹത്തിന്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊടുത്തത് ഈ വജ്ജികളുടെ ഇടയിൽ നിന്നാണ്. അപ്പോ അമ്മയ്ക്ക് പകരം ശരിയായ രാജകുമാരിക്ക് പകരം ഒരു ദാസീനെ വേഷം കെട്ടി പറഞ്ഞയച്ചു. അതിന്റെ മകനാണ് പ്രസന്നജിത്ത്. അപ്പൊ അയാളുടെ പ്രതികാരം തീർത്തത് ആ ഗോത്രത്തിന് മുഴുവൻ കൊന്നൊടുക്കി. പിന്നെ ഈ പറഞ്ഞ സാമ്രാജ്യത്വപരമായ ഒരു ആശയം കൂടി ഉണ്ടാവും, കൂട്ടി അനക്സ് ചെയ്യാന്നുള്ളത്. വൈശാലിയാണ് ഇതിന്റെ തലസ്ഥാനമായിരുന്നത്. ബീഹാറിലാണ് ഈ സ്ഥലം. വജ്ജികളുടെ കോയിൻ നമുക്ക് ഈ കോയിൻ വളരെ ടിപ്പിക്കലായിട്ട് 5 മൂലകളുള്ള ഒരു സെൻട്രൽ പഞ്ച് ഉണ്ടായിരിക്കും. അതിന്റെ 5 ഷാന എന്ന് പറയുന്ന അളവാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഡബിൾ കാർഷാമണം ഉണ്ട്, 5 ഷാനയുണ്ട്. അപ്പൊ ഇതിൽ പഞ്ചുകളുടെ എണ്ണം കൂടുന്തോറും കൂടുതൽ റീസെന്റ് ആയ കോയിനുകളായിരിക്കും എന്നാണ് പറയുന്നത്. വജ്ജി കോയിൻസ്. മല്ല കോയിൻസ് എന്ന് പറയുന്നത് മല്ലന്മാര് എന്ന് പറയുന്നത് വജ്ജികളുടെ പോലെ തന്നെയുള്ള ഒരു വജ്ജികളായി നിരന്തരം തല്ലുകൂടിയിരുന്ന ഒരു വിഭാഗക്കാരാണ്. അവർ ഈ മല്ല പേര് പറഞ്ഞ മാതിരി തന്നെ ജരാസന്ധന്റെ ഒക്കെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവരാണ്. കുസ്തിയാണ് അവരുടെ പ്രധാന വിനോദമായിരുന്നത്. അപ്പൊ ആരെങ്കിലും അവർ രാജ്യത്ത് വന്നാൽ കുസ്തി പിടിച്ച് ജയിക്കണം, അല്ലെങ്കിൽ അടിമയാവും. അതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ ഈ മല്ല രാജ്യത്ത് വെച്ചിട്ടാണ് ശ്രീബുദ്ധൻ മരിച്ചത്. പറയുന്ന കുശിനാര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ശ്രീബുദ്ധൻ സമാധിയായത്. അപ്പോ ഇത് വജ്ജിയുടെ ബോർഡറുള്ള സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ ശ്രീബുദ്ധനുള്ള സമയത്ത് ഈ വജ്ജികളും മല്ലന്മാരും വളരെ സമാധാനത്തിലായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് ഇപ്പൊ പറയുന്ന റോഡിന്റെ ആദ്യ രൂപം അവിടെ ഉണ്ടാക്കിയത്. ഇതാണ് മല്ലന്മാരുടെ നാണയം. ഇത് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ഫ്ലവർ പോലുള്ള ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു കുരിശ് പോലുള്ള ഒരു ഭാഗമുണ്ട്. അത് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇത് ഇവിടെ ഒരു ഓപ്ഷൻ ഹൗസിൽ മാത്രമേ ഇത് കണ്ടുള്ളൂ. മല്ലന്മാരൊക്കെ കുറെ നോക്കിയിട്ടും കണ്ടിരുന്നില്ല. പക്ഷെ അവരുടെ നാണയം എഴുതാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട വിനിമയ നാണയം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ശാക്യന്മാരുടെ നാണയമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എനിക്ക് കുറച്ചധികം നേരം എടുത്ത് ക്ഷമിക്കണം. പല ആളുകളും എന്നെക്കാൾ വിവരമുള്ളവരോട് എടുത്തിരിക്കാൻ അറിയാം. നല്ല നാണയങ്ങളുള്ളവരും ഉണ്ട്. അപ്പൊ നാണയങ്ങൾ കൊണ്ടുവരുമ്പോ കാണിച്ചു തരാം. നമുക്ക് പറഞ്ഞ മാതിരി ഇതിന്റെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള അറിവ് കൂടിയുള്ള ഒരു കുഴപ്പം സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.